ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോ പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതിനൊപ്പം തന്നെ പ്രാഥമിക അംഗത്തിൽ നിന്നുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തത്. ഇത് രണ്ടും ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലെടുത്ത നടപടിയാണ്. അപ്പോ നിങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹിത്വമല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചയ്ക്കുള്ള പരിഹാരം എന്ന് പറയുന്നത്. അത് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെയും വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യമാണ്. അത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടിയെടുത്താണോ അതിന് പരിഹാരം കാണേണ്ടത്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രത്യേകത, ഇവിടെ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്ലെബിസൈറ്റും റീകോളും ഇല്ല. ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇതുവരെ നമ്മുടെ രാജ്യത്തില്ല. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട MLA രാജിവെക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ നിയമസഭാ സമ്മേളനത്തിലോ MP മാർക്ക് പാർലമെന്റ് സമ്മേളനത്തിലോ തടസ്സം ചെയ്യാൻ ഒരാൾക്കും അധികാരവും അവകാശവും ഇല്ല. ഇനി രണ്ട്, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതിനപ്പുറത്ത് ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ചുമത്തപ്പെട്ടാൽ തുടർ നടപടികളിലേക്ക് പോകുമെന്നല്ലേ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി മാത്രം ഉണ്ടാകുക, ബാക്കി ജനങ്ങൾ സഹിച്ചോളൂ, റീകോൾ ഇല്ലല്ലോ എന്നാണോ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. അല്ല, ജനങ്ങൾ സഹിച്ചോളൂ എന്നൊന്നും പറയാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാനും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയും. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ജനങ്ങൾ സഹിച്ചോളൂ എന്നുള്ള നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഞാൻ ഒരു കാര്യം മാധവനോട് ചോദിക്കട്ടെ, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ? കേരളത്തിലെ എല്ലാ പാർട്ടികളെയും പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിലുള്ള നേതാക്കന്മാർ മുഴുവൻ നമ്മൾ ഏതെങ്കിലും ഹാച്ചറിയിൽ വെച്ച് വിരിയിച്ചെടുക്കുന്ന ആളുകളൊന്നുമല്ല. പ്രത്യേകം നമ്മൾ പറയുന്ന അതേ ക്ലോണായിട്ട് വരാൻ. അപ്പൊ നമുക്ക് ചില പരിമിതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ട് വേണം ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത ശക്തമായ ഒരു നടപടി ഞങ്ങളുടെ നേതാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണ് എന്നറിയാമോ? അങ്ങ് ഇപ്പോഴും ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നു. കോൺഗ്രസിനെ മാത്രം നന്നാക്കിയാൽ മതിയോ എന്നങ്ങ് ചോദിക്കുന്നു. അതിൽ സത്യമല്ലേ? ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി അങ്ങ് അതിനെ കാണുന്നത് അങ്ങയുടെ രാഷ്ട്രീയ കൗശലമാണ്. ഞാൻ ചോദിച്ചത്, പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആ പ്രാതിനിധ്യത്തിന്റെ അതിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന്റെ നേരത്തെ പറഞ്ഞല്ലോ റീകോൾ ഇല്ല എന്ന്, ആ പ്രാതിനിധ്യം കയ്യിൽ വെക്കാനുള്ള ഉളുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല, അത് വ്യക്തിപരമായിട്ടുള്ള അത്തരം ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്, മറുപടി പറയുന്നത്. ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ പരാതിയുള്ളത് മാധു? ആരുടെ പരാതിയുള്ളത്? നിങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ ഡിഫെൻഡ് ചെയ്യേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറയാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ആരാണ് അദ്ദേഹം? അങ്ങനെയൊക്കെ ചോദിച്ച ഒറ്റ ഉത്തരം എനിക്കുള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസുകളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ മാത്രം തെരുവിൽ അങ്ങനെ വിവസ്ത്രമായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ വിട്ടുതരില്ല എന്നുള്ളത് തന്നെ തീരുമാനം. ഒരു മര്യാദ വേണ്ടേ? ഇനി അതിനപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ളത് തടസ്സം ചെയ്യുന്നത് ആർക്കവിടെ നിർബന്ധം? ആർക്കവർ അധികാരമുള്ളത്? അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ പ്രവർത്തിക്കും, അദ്ദേഹം പ്രവേശിക്കും, ആ ക്രയവിക്രയങ്ങളിൽ ഇടപെടും. അതിന് തടസ്സം ചെയ്യാൻ ആർക്കും പറ്റില്ല. പിന്നെ അതിനപ്പുറത്ത് ആർക്കാ അത് പരാതിയുള്ളത്? നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആണ്. നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ആ ചോദ്യം ചോദിക്കുന്നത്. ഈ MLA ആയതും അങ്ങ് നേരത്തെ പറഞ്ഞ വെച്ച് വിരിയിച്ചെടുത്തതല്ലോ അല്ലേ? MLA ആയത് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെയാണല്ലോ. അപ്പൊ പാർട്ടിക്ക് അതിൽ യാതൊരു ഓണർഷിപ്പും ഇല്ല. അത് വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മാത്രമാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുന്നിടത്താണ് ഞാൻ ചോദിച്ചത്, അങ്ങ് നേരത്തെ പറഞ്ഞ പ്രയോഗം വെച്ചു വിരിയിച്ചെടുത്തതല്ലോ എന്ന്. ഒന്ന്, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത്
അത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമാണ്. അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട പൗരാവകാശങ്ങൾ ലംഘിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല. അതിനെ നിങ്ങൾ പ്രതിരോധമെന്നോ കവചമെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിച്ചോ. ഞാൻ പൂർത്തിയാക്കിയിട്ട് താങ്കൾ ചോദിച്ചോളൂ. സ്വകാര്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇടപെടലുകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്കാവുന്ന എങ്ങനെയാ? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണോ ആരെങ്കിലും ഇത്തരം സ്വകാര്യ ഇടപെടലുകൾക്ക് പോകുന്നത്? അങ്ങനെ മുകേഷ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാത്സംഗത്തിന് പോയത്? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? പി ശശിയും PK ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ? ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സല്ലാപം നടത്തിയത് LDF ആലോചിച്ചിട്ടാണോ? അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് പറയേണ്ടി വരും. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത് നീ. പക്ഷെ എനിക്കതിൽ ഒരു കാര്യം കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനുണ്ട്. പൗരൻ എന്ന വ്യക്തിപരമായ അവകാശങ്ങളെ ആരെങ്കിലും മുടക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശം മാത്രമല്ല ഒരു പ്രതിനിധിക്കുള്ളത്, അദ്ദേഹത്തിന് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ സാധാരണ പൗരൻ അപ്പുറത്തുള്ള ഒരു അസംബ്ലി മെമ്പറുടെ പ്രിവിലേജിനെ സംരക്ഷിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടിയത് നിങ്ങളുടെ പാർട്ടിയുടെ ബാനറിലാണ് എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ വരാം. MLA സ്ഥാനത്തിരിക്കുമ്പോൾ പ്രവേശിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ മാധുവിനെ എനിക്കോ സാധിക്കും? പ്രവേശിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ വെച്ചുവിരിയിക്കുന്ന ഇടത്തു നിന്ന് കിട്ടിയതല്ല, അതിൽ പാർട്ടിക്കർ ഓണർഷിപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ, നിങ്ങളുടെ MLAക്ക് മുകളിൽ നിങ്ങൾക്ക് ഒരു കമാൻഡുമില്ല എന്നാണ് പറയുന്നത്. അയാൾ ചെയ്യുന്ന സ്വകാര്യ ചാറ്റുകൾക്ക് ഓണർഷിപ്പ് ഉണ്ടോ? ആ സ്വകാര്യ ചാറ്റുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ബാധിച്ചത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിനെ വിശ്വസിച്ച് മാറ്റി നിർത്താനുള്ള? അദ്ദേഹത്തിന്റെ ആ സ്വകാര്യമായ അങ്ങ് പറയുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇടപെടലുകൾ ഏതു രാഷ്ട്രീയ പാർട്ടിയാണ് ബാധിച്ചത്? ഇവിടുത്തെ BJP-യോ? വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളുടെ മുഴുവൻ വ്യക്തിപരമായ ഇടപാടുകളിൽ ക്യാമറ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയല്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അല്ലല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വളരെ നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാൻ ആ തരത്തിലോ അങ്ങ് ഉദ്ദേശിക്കുന്ന ആ പട്ടികയിലോ പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയല്ല എനിക്കുമുള്ളതെന്ന് ഞാൻ പറയുന്നു. എന്റെ ഫേസ്ബുക്ക് പേജിന്റെ പോസ്റ്റിന്റെ ആദ്യ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന അവസാന വാചകങ്ങൾ താങ്കൾ ഒന്നുകൂടി വായിക്കണം. പരാതിക്കാരികളായിട്ടുള്ള മുഴുവൻ പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞേ. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാ. ആ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ടറിയാം, ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാം. ഈ അറിയാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഒത്താശയല്ലേ? ഈ അറിയാവുന്നവർ ഒളിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. കേരളത്തിലെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കണ്ടേ, നടപടി സ്വീകരിക്കണ്ടേ? ഇന്നിപ്പോ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീനാദേവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ചില മാധ്യമ പ്രവർത്തകർ അവരെ വിളിച്ചിട്ട് രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു. അവസാനം പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. അത്താഴ പ്രശ്നക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാരെ പോലെ. ഇവിടെ ആരെ പരാതി? ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളെ കുറ്റം പറയുന്നു. ഇത്രയും ദിവസത്തിനിടയിൽ, ഈ 10-12 ദിവസത്തിനിടയിൽ ഒരാൾ പോലും പരാതി പറയാൻ വരാത്തത് എന്താ? കോൺഗ്രസിനെ പേടിച്ചുകൊണ്ടാണോ? അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കും? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടു തുടങ്ങിയത് എപ്പോഴാ? ഷാഫി പറമ്പലിന് എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോ VD സതീശനാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ പറയുമ്പോ, കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോ അത് രാഷ്ട്രീയമാണ്. അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും. പിന്നെ സ്വമേധയാ ഇവിടെ കേസെടുക്കുന്നു, അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ്. സ്വമേധയാ കേരളത്തിലെ പോലീസ് എടുക്കുന്ന കേസ് തോമസ് ഐസക്കിന്റെയും കടകംപള്ളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും ആർഷോയുടെ ഒക്കെ കാര്യത്തിൽ ഉണ്ടായോ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.